എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് രസം. രസം തന്നെ പലതരമുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേരള സ്റ്റൈൽ നാടൻ രസത്തിന്റെ റെസിപ്പിയാണ്. അതിനായി ആദ്യം തന്നെ രസത്തിന് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെക്കണം. നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെക്കണം. 2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് ഇതുപോലെ ഒരു ഇടിക്കല്ലിലിട്ട് ചതച്ചെടുക്കണം. പൊടി പോലെ ആവേണ്ട ആവശ്യമില്ല. അടുത്തതായി 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചെടുക്കണം. ഇടിക്കല്ലില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നിർത്തി പൾസ് ചെയ്തെടുത്താലും മതി. ഇനി ചെറിയ പീസ് കായം പൊടിച്ചെടുക്കണം. കട്ടിയായ കായം മാത്രമേ ഇങ്ങനെ പൊടിക്കാൻ പറ്റൂ. സോഫ്റ്റ് ആയിട്ടുള്ള കായമാണെങ്കിൽ ആദ്യം മൊരിയിച്ചെടുക്കണം, അതിനുശേഷം പൊടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി 8 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായി കഴുകി തൊലി കളയാതെ വേണം ചതച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും മല്ലിയിലയുടെ തണ്ടും കൂടി ചേർത്ത് ചതച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. രസം തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം മൂത്ത് വന്നാൽ ചതച്ചു വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയുടെ തണ്ടും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയാൽ ചതച്ചെടുത്ത കുരുമുളകും ജീരകവും കായവും ചേർത്ത് കൊടുക്കാം. കായം പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറിയാൽ അതിലേക്ക് 1 തക്കാളി കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചേർത്ത് കൊടുക്കുന്ന പുളിക്കനുസരിച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം, മറക്കരുത്. 1 ടീസ്പൂൺ കല്ലുപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രസം നന്നായിട്ട് തിളച്ച് വരണം. രസം തിളച്ച് വന്നാൽ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പ് നോക്കി കുറവ് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായി 1 തണ്ട് കറിവേപ്പിലയും 1 പിടി മല്ലിയിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെക്കണം. മല്ലിയില രസത്തിന് നല്ല ഫ്ലേവർ കൊടുക്കും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന നാടൻ രസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.